ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഐറൻ എന്ന രാജൻ. ഞാൻ അടൂരിൽ നിന്ന് വരുന്നു. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഡിസംബർ 26, 2022 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു സാക്ഷ്യം കിട്ടി. അത് നടി ധന്യ മേരി വർഗീസിൻ്റെ സാക്ഷ്യമായിരുന്നു. അതേ തുടർന്ന് ഇവിടുത്തെ ഒരു ധ്യാനവും ഞാൻ കൂടി. അപ്പോൾ എനിക്ക് ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടുത്തെ ഉടമ്പടി എടുക്കണം, അങ്ങനെയൊക്കെ എനിക്കൊരു തോന്നൽ ആദ്യമേ വന്നു. അതേസമയം തന്നെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷനും ബ്ലഡിൽ ഇൻഫെക്ഷനോട് ഒരുമിച്ച് വന്നു. അതേ തുടർന്ന് എനിക്ക് ഭയങ്കര പനിയും എനിക്ക് ദേഹത്തൊക്കെ നല്ല വേദനയും കാലിലൊക്കെ നല്ല വേദനയും വന്നു. അപ്പോൾ അതേസമയം തന്നെ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ യൂട്യൂബിൽ ഈ ഒരു ഇവിടുത്തെ ധ്യാനത്തിൻ്റെ വീഡിയോ കിട്ടി. അപ്പോൾ അമ്മ എൻ്റെ ഈ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഈ എൻ്റെ രോഗം മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് എങ്ങനെ പോയാലും ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെയാണ് ഡിസംബർ 26, 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ പല്ല് അത്യാവശ്യം നല്ല രീതിയിൽ തള്ളിയിട്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് വായടയ്ക്കാനൊക്കെ നല്ല പ്രയാസമായിരുന്നു. എനിക്ക് ശ്വാസം എടുക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്നെ പലരും അതിൻ്റെ പേരിൽ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ അത് എങ്ങനെ മാറും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തിരുവല്ലയിൽ ബിലീവേഴ്സിലും പിന്നെ ആലപ്പുഴ പല വലിയ ഹോസ്പിറ്റൽസിലും ഒക്കെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് എൻ്റെ മോണയ്ക്ക് സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മൈക്രോ പ്ലാന്റേഷൻ ചെയ്യണം, അല്ലാതെ എൻ്റെ പല്ലിൽ കമ്പി ഇടാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ സർജറിയൊക്കെ പൊതുവെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇത് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ എനിക്ക് അഡിനോയിഡ് ഉണ്ടോ എന്ന് അവിടെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് അഡിനോയിഡ് ഉണ്ടെന്നും പറഞ്ഞു. അതും അഡിനോയിഡ് സർജറി ചെയ്ത് കളയാതെ എനിക്ക് കമ്പി ഇടത്തില്ലെന്ന് പറഞ്ഞു. കാരണം അഡിനോയിഡ് ഉണ്ടെങ്കിൽ എനിക്ക് കമ്പി ഇട്ടിട്ടും കാര്യമില്ല, ശ്വാസം എടുക്കാനൊന്നും പറ്റത്തില്ല, വീണ്ടും പഴയപടിയാവും. അപ്പോൾ ഞാൻ ആ ഒരു നിയോഗം ഞാൻ ഇവിടെ വെച്ചു. എനിക്ക് ഓപ്പറേഷനൊന്നും ചെയ്യാതെ, ഓപ്പറേഷനോ സർജറിയോ ഒന്നും കൂടാതെ എനിക്ക് എൻ്റെ പല്ലിൽ കമ്പി ഇടണം. ഞാനിവിടെ ഉടമ്പടി എടുത്തു. രണ്ടാമത്തെ പുതുക്കലിൽ എനിക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ഡോക്ടർ ഓപ്പറേഷനൊന്നും കൂടാതെ എനിക്ക് പല്ലിൽ കമ്പി ഇടാമെന്ന് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ എൻ്റെ പല്ലിൽ കമ്പി ഇട്ടിപ്പോൾ 5-6 മാസമായി. താഴാനും തുടങ്ങി. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വായടയ്ക്കാനും ശ്വാസമൊക്കെ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത അഡിനോയിഡ് മാറാനായിട്ട്. കാരണം അഡിനോയിഡ് മാറാതെ എനിക്ക് ശ്വാസം നേരെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് ഞാനാണെങ്കിൽ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും ചേർത്ത് സ്ഥിരം എൻ്റെ മൂക്കിലൊക്കെ പുരട്ടുമായിരുന്നു. അതേ തുടർന്ന് വീണ്ടും ഞാൻ പല്ലിൽ കമ്പി ഇടുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പോയി അഡിനോയിഡ് ടെസ്റ്റ് ചെയ്തു. പൂർണ്ണമായിട്ടും മാതാവിൻ്റെ അഡിനോയിഡ് എടുത്ത് മാറ്റി. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നീട് എൻ്റെ മൂന്നാമത്തെ നിയോഗം, എനിക്ക് ഡിഗ്രിക്കൊരു പേപ്പർ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ടഫ് സബ്ജക്റ്റ് ആയിരുന്നു. അതെങ്ങനെ എഴുതിയെടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ആ സമയം തന്നെ കറക്റ്റ് എൻ്റെ പപ്പായുടെ ഫ്രണ്ട് എനിക്കൊരു ട്യൂഷൻ അറേഞ്ച് ചെയ്തു. അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കോടെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ എനിക്ക് 2-3 ആഴ്ച മുമ്പ് എനിക്ക് ചിക്കൻ പോക്സ് ആയിരുന്നു. എൻ്റെ മുഖവും ദേഹം എല്ലാം എനിക്ക് കുരുക്കളായിരുന്നു. അപ്പോൾ എൻ്റെ എനിക്ക് മിററിൽ നോക്കാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇത് മാറുമോ, എൻ്റെ മുഖത്തെ പാടൊക്കെ വരുമോ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി സ്ഥിരമായിട്ട് എൻ്റെ മുഖത്ത് പുരട്ടി പൂർണ്ണമായിട്ടും മാതാവ് പാടൊന്നും കൂടാതെ എൻ്റെ ചിക്കൻ പോക്സ് എടുത്ത് മാറ്റിക്കളഞ്ഞു. പിന്നീട് എനിക്ക് ഇവിടെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്.
പിന്നീട് ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത്, ഞാൻ അനാഥാലയങ്ങൾ സന്ദർശിക്കുമായിരുന്നു, പാലിയേറ്റീവ് കെയർ സന്ദർശിക്കുമായിരുന്നു. അവിടെയുള്ള അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെയൊക്കെ കൂടെ ഞാൻ സംസാരിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും പിന്നെ വഴിയോരത്തിരിക്കുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കുകയും പിന്നെ എൻ്റെ അടുത്ത് ഭിക്ഷ യാചിക്കുന്ന ആരായാലും അവർക്ക് എന്താണോ എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ കൊടുത്തിരിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷേ ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഉടമ്പടി ഉഴപ്പി അതിന് ഞാൻ അമ്മയോട് ഈശോയോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ അതിന് ശേഷം ഞാൻ രണ്ടാമത്തെ പുതുക്കൽ തൊട്ട് കറക്റ്റായിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങി. അതിൽ പിന്നെയാണ് എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു വരാൻ തുടങ്ങിയത്. ആദ്യത്തെ സമയത്തൊക്കെ എനിക്ക് ഈ പത്രമൊക്കെ ഒളിച്ചും പാത്തുമൊക്കെ ആയിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് മടിയായിരുന്നു. ഞാൻ ആരെങ്കിലും എന്നെപ്പറ്റി എന്തെങ്കിലും വിചാരിക്കൂ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എന്തോ ഒരു സ്റ്റാറ്റസോ അങ്ങനെ എന്തോ ഒരു ഫീലിംഗ് എനിക്ക് അത് എന്നെ തടഞ്ഞുകൊണ്ടിരുന്നു. ഇത് ഒളിച്ചും പാത്തും കൊടുക്കാനാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പിന്നെ ഞാൻ പുതുക്കി കഴിഞ്ഞ ശേഷം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഇങ്ങനെ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരുടെ നിയോഗങ്ങളിൽ എല്ലാം മാതാവ് ഈശോയെ ഇടപെട്ട് അവരെ ഈ കൃപാസനത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം, ആ ഒരു രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ പത്രവും എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുത്തെ തൈലം പുരട്ടി അവരുടെ എല്ലാ നിയോഗങ്ങളിലും മാതാവ് ഈശോയും കടന്നു ചെല്ലണം, അവരെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ ഓരോ പത്രവും കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു പത്രം പോലും വെറുതെ പറയാതെ ഞാൻ കൊടുത്തിട്ടില്ല. പിന്നീട് ആത്മീയമായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നുമല്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനാ സമയത്ത് ഈശോയോട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ജപമാല ചൊല്ലുന്നത് ഞാൻ മുടക്കിയിട്ടില്ല. കൃത്യമായിട്ട് ചൊല്ലാനും പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഇവിടുത്തെ ധ്യാനമൊക്കെ ഞാൻ കൂടാറുണ്ട്. പിന്നെ അത് ഷെയർ ചെയ്ത് കൊടുക്കും, സ്റ്റാറ്റസ് ഇടും. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൈബിളൊക്കെ വായിക്കാൻ നേരത്ത് പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളടക്കമൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെ ആ വചനം എൻ്റെ ജീവിതത്തിൽ നിവർത്തിയാക്കണമെന്ന് ഈശോയോട് ഞാൻ ബൈബിൾ അടച്ചിട്ട് ഓരോ ദിവസവും ഞാൻ പറയുമായിരുന്നു. ഈശോയെ, ഇവിടുത്തെ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ, ഈശോയെ ബൈബിൾ വായിച്ച ശേഷം ആ വചനം എൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകണം. ഈശോയും മാതാവും എൻ്റെ കാവൽക്കാരായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. ആ ഒരു ചിന്തയോടാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. ആ വചനം എല്ലാം ഞാൻ ധ്യാനിക്കുമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും ഞാൻ ഈശോയോടും മാതാവിനോടും പറഞ്ഞിട്ടല്ലാതെ ഞാൻ പോകാറില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നോ, എൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നോ, അതെല്ലാം ഈശോയോടും മാതാവിനോടും പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും വിഷമവും പറഞ്ഞു വരുവാണെങ്കിൽ ഞാൻ ഉടനെ അവർക്ക് ആദ്യമേ ഈശോയെ കൈമാറാനാണ് ശ്രമിക്കുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ ഇങ്ങനൊന്നും എനിക്ക് പറയാൻ സാധിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഈശോയും മാതാവിനെ പറ്റി നല്ല രീതിയിൽ, ഗ്രാഹ്യമുള്ള രീതിയിൽ എനിക്ക് പറയാനും എടുക്കാനും ഒക്കെ സാധിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഞാൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാൻ വൈകിയതിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഉയർത്തിയതിൽ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് മേരി. ഞാൻ റിട്ടയർഡ് അധ്യാപികയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ യൂട്യൂബിലൂടെ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണാനിടയായി. ആ ധ്യാനത്തിൽ രോഗശാന്തി ശുശ്രൂഷ സമയത്ത് എൻ്റെ മകൾക്കുണ്ടായിരുന്ന ഒരു കാലിന് 2 വർഷത്തോളമായി ഉണ്ടായിരുന്ന കാലിന് വേദന, തളർച്ച, അതുപോലെ പെരുപ്പ്. അത് കാരണം +2 പഠിക്കുന്ന സമയത്ത് 1-2 തവണ സ്കൂളിൽ വീഴുക വരെ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അതിന് പൂർണ്ണമായി വേദന മാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 1 കിലോമീറ്റർ നടന്നാൽ തന്നെ അവൾക്ക് കാലുവേദനയാണെന്ന് പറയുമായിരുന്നു. അതെൻ്റെ മനസ്സിലൊരു വേദനയായിരുന്നു. അപ്പം ഞാൻ ആ രോഗശാന്തി ശുശ്രൂഷ സമയത്ത് മോളുടെ കാലാണെന്ന് സങ്കല്പിച്ച് എൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആ രോഗശാന്തി ശുശ്രൂഷ കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് അപ്പോൾ തന്നെ മോൾക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ സാക്ഷ്യം.
കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുവടി നന്ദി. അതിനുശേഷം ഈ 2 കൃപാസന റാലിയിലും മോക്ക് എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. പൂർണ്ണമായി നടക്കുന്നവരൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടന്നു. ഈശോയ്ക്കും കൃപാസന അമ്മയ്ക്കും 1000 നന്ദി. അടുത്ത സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. ഏകദേശം 24 വർഷത്തോളമായി പുള്ളിക്കുണ്ടായിരുന്ന ഒരു ശീലമാണ് സിഗരറ്റ് വലി. അത് എത്ര പുള്ളി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു തരത്തിലും മാറ്റാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി നിയോഗം വെക്കുകയും എല്ലാ ദിവസവും വൈകിട്ടത്തെ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപ്പ് വായിലിട്ട് കൊടുക്കും. അതേപോലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരുടെയും നെറ്റിക്ക് പോയി ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ അതും പൂർണ്ണമായി മാറിക്കിട്ടി. കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അടുത്ത വെച്ചതിൻ്റെ മോളുടെ എക്സാമിൻ്റെ കാര്യമായിരുന്നു. അത് മോൾ പറഞ്ഞു കഴിഞ്ഞു, അതിനി പറയുന്നില്ല. പിന്നെ അതേപോലെ ഉടമ്പടി തൈലം ഒക്കെ ഉപയോഗിച്ച് ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സുഗന്ധ അഭിഷേകം എനിക്ക് ലഭിച്ചത് ഒരു ദിവസം ഒരു ക്രിസ്മസ് കരോളിൻ്റെ അവസരമാണ്. ഏകദേശം 12 മണിയായി കാണും, ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അകലെ ഇങ്ങനെ ക്രിസ്മസ് കരോളിൻ്റെ കൊട്ട് കേൾക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പള്ളികളിലെ എല്ലാം കരോളെല്ലാം വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലബ്ബുകാരുടെ എനിക്കത്ര പ്രാധാന്യം ഞാൻ കൊടുത്തില്ല. ഞാൻ കയറി കിടന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു, ഗേറ്റ് തുറന്നവർ കാത്ത് കയറി. പക്ഷെ ഞാനൊരു ചെറിയൊരു മടി കാണിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, പുള്ളി ഉറങ്ങിക്കിടക്കുമായിരുന്നു, പുള്ളിയെ വിളിച്ചു. പക്ഷെ പുള്ളി ഉണർന്ന് വന്ന് കഥ തുറന്നപ്പോഴേക്കും അവർ കരോളുകാർ പോയി കഴിഞ്ഞു. ആ ദിവസം തന്നെ രാത്രിയിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. വീണ്ടും ഞാൻ ഈ കൊട്ട് കേൾക്കുന്നു, സ്വപ്നത്തിലൂടെയാണ് കൊട്ട് കേൾക്കുന്നു. അതേപോലെ എൻ്റെ ദേഹമാസകലം നല്ല സ്മെല്ലുള്ള സ്പ്രേ എൻ്റെ കണ്ണിലെ മുഖത്ത് എല്ലാം അങ്ങ് അടിക്കുകയാണ്. അതും ഞാൻ ഉറക്കത്തിലാണ്, കണ്ണൊന്നും തുറന്നില്ല, ഉറക്കത്തിൽ തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, ഇന്നലെ വീണ്ടും ആ കരോളുകാർ വന്നായിരുന്നോ, ഞാൻ ഇങ്ങനൊരു കൊട്ട് കേട്ടായിരുന്നല്ലോ, ഞാൻ ഇനി ഉറങ്ങിപ്പോയതാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. അന്ന് പറഞ്ഞു ഇല്ല, വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിലൂടെ അപ്പോഴെനിക്കുണ്ടായ ഒരു അനുഭവം, ക്ലബ്ബുകാരാണേലും പള്ളിക്കാരാണേലും എൻ്റെ മകൻ്റെ ജനന പെരുന്നാൾ പ്രഘോഷിക്കാൻ വന്നതല്ലേ, നീ എന്തുകൊണ്ട് എണീറ്റില്ല, ആ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്ത സുഗന്ധാഭിഷേകം ഉണ്ടായത് പെസഹ തിരുനാളിൻ്റെ ദിവസമാണ്. പെസഹ അപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങിയ സമയത്ത് നല്ല മുല്ലപ്പൂവിൻ്റെ ഗന്ധമുണ്ടായി. അപ്പോൾ എൻ്റെ വീട്ടിലൊരു മുല്ലയുണ്ട്, അപ്പം ഞാൻ പോയി നോക്കി, പക്ഷേ ഒരു മുല്ലപ്പൂ പോലും ഇല്ല. അങ്ങനെ 2 തവണ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു. ആ കിട്ടിയ അനുഗ്രഹത്തിന് കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുവടി നന്ദി പറയുന്നു. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുത്തെ ഉടമ്പടി പത്രം, വിശ്വാസപ്രമാണവും ഉടമ്പടി തൈലം പുരട്ടി പൊതുനിരത്തുകളിലും ഓട്ടോ സ്റ്റാൻഡ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അനാഥാലയം എന്നിവിടങ്ങളിലാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തി, അതുപോലെ മോള് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അനാഥാലയങ്ങളിൽ പോകും, അവരോടുകൂടി അല്പസമയം ചെലവഴിക്കും, അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ധനസഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഭിക്ഷ അയച്ചിരിക്കുന്നവർക്ക് ഭക്ഷണപ്പൊതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായ ഉയർച്ചയെന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ ദിവസങ്ങളിൽ പോകാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ റിട്ടയറായ സമയത്ത് ഞാൻ മനസ്സിൽ ഓർത്തൊരാഗ്രഹം, എല്ലാ ദിവസവും ഇനി കുർബാനയ്ക്ക് പോകാമല്ലോ. പക്ഷേ ഈ ഉടമ്പടി എടുക്കുന്നവൻ വരെ ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ഞാൻ പോയിട്ടില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഒക്കുന്ന ദിവസങ്ങളിലെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ ആത്മീയ മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കൃപാസന അമ്മയും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യെശയ്യാ 30:21 കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. കുടുംബം ഒന്നിച്ച് അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. ഐറിൻ അന്ന രാജനും മേരി സി അലക്സും അമ്മയും മകളും ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. തങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയെ അനുഭവിക്കുന്ന നിമിഷങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ തങ്ങൾക്ക് ഉണ്ടാകുന്നു, പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തങ്ങൾക്ക് ഒരു സഹയാത്രികയായിട്ട് മാറുന്നത്. തങ്ങളുടെ ഐറിൻ ഇവിടെ പറയുകയുണ്ടായി, തൻ്റെ ഓപ്പറേഷൻ, അതായത് സർജറി ചെയ്യണം, എങ്കിൽ മാത്രമേ
തനിക്ക് പല്ല് അത് ക്ലിയറാക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഈ മകൾക്ക് പേടിയുണ്ട്. പിന്നീട് ആ ഒരു സർജറി ഇല്ലാതെ തന്നെ തനിക്ക് എങ്ങനെയാണ് അതിനൊക്കെ വഴികൾ തെളിഞ്ഞത്, തൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അതിലൂടെ ഇന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും സാക്ഷ്യം വഹിക്കുവാൻ ആരോടൊക്കെ പറയണമോ കാണുന്നവരോടൊക്കെ ഈശോയെയും അമ്മയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുവാൻ, അതുപോലെ തൻ്റെ തീരുമാനങ്ങളല്ല ഇന്ന് ഈശോയുടെ തീരുമാനങ്ങൾക്കാണ് ഐറിൻ പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാം ചോദിച്ചിട്ടേ ഞാൻ ചെയ്യുകയുള്ളൂ. അതുപോലെ തനിക്ക് ആദ്യമേ ഉടമ്പടി നന്നായിട്ട് ജീവിക്കാൻ സാധിച്ചില്ല, എന്നാൽ പിന്നീട് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പൂർവാധികം ശ്രദ്ധയോടെ ശക്തിയോടെ ഈ മകള് ദൈവത്തിലേക്ക് തിരിയുകയാണ്. അങ്ങനെ അമ്മയും മകളും ഒരുമിച്ച് തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. അതുപോലെ തൻ്റെ ജീവിത പങ്കാളിയുടെ 24 വർഷമായിട്ട് ആ മകനുണ്ടായിരുന്ന ഒരു ദുശ്ശീലത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നത്. അങ്ങനെ ഇന്ന് കുടുംബം ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അതുപോലെ തങ്ങളുടെ വിശുദ്ധ കുർബാന, ജപമാല ഇതൊക്കെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും നമ്മെ നയിക്കുന്ന, അതായത് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കുമെന്നാണ് തിരുവചനം പറയുക. അതുപോലെ സുഗന്ധാഭിഷേകവും ഒക്കെ ആയിട്ട് അമ്മയുടെ സാന്നിധ്യം കൂടെ അനുഭവപ്പെട്ട ഈ മക്കളോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.